ഇന്ന് ഞാനും എന്റെ വീട്ടിലെ പോരാളിയും വഴക്കിലാണ്. വഴക്ക് പിന്നെ സ്വാഭാവികമായതുകൊണ്ട് അത് എന്താന്ന് ഞാൻ പറയുന്നത്. ഇനി ഞാനും എന്റെ വീട്ടിലെ പോരാളിയും കൂടി വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന മുതലിൽ ഇനി കൈകൊണ്ട് തുടരുതെന്ന് എന്റെ പോരാളി പറയും. അതിപ്പോ എന്തിനും ഇങ്ങനെ പറയുന്നല്ലേ നിങ്ങൾ ആലോചിക്കത്തില്ല. ഈ വണ്ടി എന്റെ പോരാളിയുടെ പേരിലാണ്. അപ്പൊ ഞാനും പറയും ശരി, തൊടുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂടിയിട്ട് പോരാളി രാവിലെ തന്നെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ഇവിടെ തന്നെ ഇരിപ്പാണ്. അപ്പൊ തന്നെ ഞാനെടുത്ത് അതങ്ങ് ഓടിക്കും. Illegal only when police there. Police not there. Habibi, everything legal. പോരാളിക്ക് അറിഞ്ഞോട് ഞാനിത് ഓടിക്കണ്ടില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവനെ കിട്ടിയ കഥയും കൂടി ഞാൻ പറയാം. Flashback. എന്റെ പെങ്ങളെ എംകോം വരെ പഠിച്ചെങ്കിൽ ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്റെ കഷ്ടകാല നേരത്തിന് എന്റെ ഐഡിയ പറഞ്ഞു കൊടുത്തു. വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഡെലിവറി ജോലിക്ക് പോവാലോ എന്ന്. അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഇത്രയും പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. പിറ്റേ ദിവസം വണ്ടി വീട്ടിലെത്തി. ഇനി അതല്ല കോമഡി, വണ്ടി എടുത്ത് ജോലിക്ക് പോയ പെങ്ങള് വെയിൽ കാരണം കൊണ്ട് ജോലി നിർത്തി വണ്ടി ഇന്ത്യയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിരിപ്പായി. ഇതിൽ എന്റെ റോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പെങ്ങള് ജോലി നിർത്തി വന്ന പുതിയ വണ്ടി വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ 2 ദിവസം എടുത്ത് ഓടി. അടുത്ത കഷ്ടകാല നേരത്തിന് ഞാൻ ഓടിച്ചോണ്ടിരുന്ന വണ്ടി വേറൊരു വണ്ടിയെ പോയി ഇടിച്ചു. പിന്നൊന്നും പറയണ്ടല്ലോ, ഇനി ഇടിച്ച വണ്ടി വേണ്ടാന്ന് പറഞ്ഞ് വണ്ടി എഴുതി തള്ളി. ഇതിനിടയിൽ എനിക്കുണ്ടായിരുന്ന വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് എടുത്തേ. കുറച്ച് മാസങ്ങൾ ഞാൻ ഈ വണ്ടിയുടെ EMI അടച്ചായിരുന്നു. പിന്നീട് കുറച്ച് മാസങ്ങൾ എനിക്ക് അടക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെയും വണ്ടി മമ്മീനെ ഏൽപ്പിച്ചു. പിന്നെയും മമ്മിയുടെ കസ്റ്റഡിയിൽ തന്നെയായി. വണ്ടി തന്നെ ഇതിന്റെ ടയർ തീർന്നാലും വണ്ടിയുടെ കിലോമീറ്റർ ഓടിയാലും മമ്മിയുടെ കയ്യിൽ നിന്ന് ഞാൻ ചീത്തയേക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് മമ്മി വണ്ടി എടുക്കുമ്പോ ചീത്ത പറയുന്നത്. അപ്പൊ ഇതെനിക്ക് ഫോളോ ചെയ്തില്ലേ, ഫോളോ ചെയ്യും.